ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ പ്രൊഫഷണൽ രീതിയിലൊന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്നത്. എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഒരു ബൗളിൽ ഒരു 12ഓളം ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാകും. അപ്പം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കൻ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ ഒരു 1/2 കപ്പ് സാധാരണ വെള്ളം എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 3 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചും പിന്നെ എരിവിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു പാന് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ചില്ലി ചിക്കൻ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയല്ല എടുക്കേണ്ടത്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പീസസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ ഉള്ളു നല്ലതുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു വശം ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെയെല്ലാം ചിക്കൻ പീസസും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോഴേ അറിയാം നല്ലതുപോലെ ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ചിക്കൻ പീസസും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പാനിലെ ഓയിൽ കുറച്ചൊന്ന് മാറ്റിയ ശേഷം നമുക്കതിലേക്ക് ഒരു 15ഓളം വെളുത്തുള്ളി ചെറിയ ചെറിയ പീസസായിട്ട് നുറുക്കിയതും അതുപോലെ തന്നെ 1 ഇഞ്ചോളം വലുപ്പമുള്ള ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നേരത്തെ ഫ്രൈ ചെയ്യാനെടുത്ത അതേ എണ്ണയിൽ തന്നെ നല്ലതുപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം മുറിച്ചതും അതുപോലെ തന്നെ 2 വലിയ സവാളയാണ്. അപ്പോൾ രണ്ടും ഞാൻ ചതുരത്തിലാണ് മുറിച്ചെടുത്തത്. ഡൈസ് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പിലും കുറച്ച് വലിയ പീസസ് ആയിട്ട് മുറിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്യാപ്സിക്കത്തിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളിയും നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ രണ്ടും നമുക്ക് എണ്ണയിൽ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺ സ്റ്റാർച്ചിൻ്റെ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഒന്ന് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം സ്റ്റാർച്ച് അടിയിൽ കട്ടിയായിട്ട് നിന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇതും കൂടി നമുക്ക് ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണവും പോയി കിട്ടണം. അതുവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ചിക്കനിൽ റെഡ് കളറൊക്കെ ഉപയോഗിക്കും. നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ഈ ചില്ലി ചിക്കൻ വലിയ പ്രയാസമുള്ള കാര്യമേ അല്ല.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്, സെർവ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ, സാധാരണയായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ കാണുമ്പോൾ സ്പ്രിംഗ് ഓണിയനൊക്കെ മുറിച്ചിട്ട് ചേർക്കാറുണ്ട്. ഇതിപ്പം ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ തന്നെയാണിത്. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടം. നമ്മൾ എക്സ്ട്രാ എസൻസോ അതുപോലെ തന്നെ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന രീതി തന്നെയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മളെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.